ഹരേ കൃഷ്ണ. പ്രിയ സുഹൃത്തുക്കളെ, മഹാഭാരത യുദ്ധത്തിൽ നടന്ന ഭയാനകമായ നരസംഹാരം, അതായത് 166 കോടി ആൾക്കാർ 18 ദിവസത്തിൽ മരിച്ച ആ സംഭവത്തിൻ്റെ കാര്യങ്ങളായിരുന്നു നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരുന്നത്. അതിൽ നിന്ന് പഠിച്ച പാഠങ്ങൾ അതായിരുന്നു ഞങ്ങൾ കഴിഞ്ഞ വീഡിയോയിൽ ചർച്ച ചെയ്തത്. അപ്പോൾ ഇത്രയും ഗൗരവമായ ഒരു വിഷയമായതുകൊണ്ട് സ്വയം അനന്തശേഷൻ നമ്മളെ അനുഗ്രഹിക്കാൻ വേണ്ടി ഇതേ ഇവിടെ നിപ്പുണ്ട് ഇന്ന്. അപ്പോൾ നമ്മൾ ബലരാമസ്വാമിയുടെ വിസ്തരണമായ അനന്തശേഷൻ്റെ അനുഗ്രഹത്തോടെ ഈ വിഷയം അങ്ങോട്ട് തുടരാം. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ചർച്ച ചെയ്തത് ആദ്യത്തെ പാഠമായിരുന്നു. ഇത്രയും വലിയൊരു സംഭവത്തിൽ നിന്ന് പഠിച്ച ആദ്യത്തെ പാഠം എന്തുവായിരുന്നെന്ന് വെച്ചാൽ, ദുര്യോധനൻ്റെ കൂട്ട് പിടിവാശിയും അഹങ്കാരവും മുതിർന്ന ആചാര്യന്മാരുടെയും ഭഗവാന്റെയും നിർദ്ദേശങ്ങളെ അവഗണിക്കുന്ന വ്യക്തികൾക്ക് സ്വയം നാശവും ഉണ്ടാവും, അവർ മൂലം ഒത്തിരിയും പേർക്ക് വിനാശം ഉണ്ടാവുന്ന കാര്യമായിരുന്നു നമ്മൾ ആദ്യത്തെ പാഠമായിട്ട് പഠിച്ചത്. നേരെ മറിച്ച് പാണ്ഡവന്മാരുടെ കൂട്ട് സൽസ്വഭാവികൾക്ക് ഭഗവാന്റെയും ആചാര്യന്മാരുടെയും ഗുരുക്കന്മാരുടെയും ഒക്കെ നിർദ്ദേശം വളരെ ബഹുമാനത്തോടെ പാലിക്കുന്ന വ്യക്തികൾക്ക് തീർച്ചയായിട്ടും അവസാനം വിജയമേ ഉണ്ടാകത്തുള്ളൂ. ചിലപ്പം ചില നഷ്ടങ്ങളൊക്കെ ഉണ്ടാവും. അത് ഈ ലോകത്തിൻ്റെ ഒരു പ്രകൃതിയാണ്, ഈ ലോകത്തിലെ സ്വഭാവമാണ്. ഇവിടെ നഷ്ടങ്ങൾ എല്ലാവർക്കും തന്നെ ഉണ്ടാവും. പക്ഷേ അവസാനം വിജയം അങ്ങനത്തെ വ്യക്തികൾക്ക് തീർച്ചയായിട്ടും ഉറപ്പായിട്ടുണ്ടാവും. അതാണ് നമ്മുടെ രണ്ടാമത്തെ പാഠം. അതിൽ പ്രധാനമായിട്ട് ഞാൻ പറഞ്ഞതുപോലെ ഈ മേലധികാരികൾ അല്ലെങ്കിൽ ഓഥോറിറ്റീസ് അല്ലെങ്കിൽ ഗുരു ആചാര്യന്മാരുടെ എതിരെ ഒരിക്കലും പ്രതികരിക്കാത്ത ആ ഒരു സ്വഭാവം അത് ഭഗവാന് വളരെ പ്രിയമാണ്. അങ്ങനത്തെ വ്യക്തികൾക്ക് ഭഗവാൻ പ്രത്യേകമായിട്ട് വിശിഷ്ടമായ ശക്തികളും കാരുണ്യവും നൽകും. ഇപ്പം പാണ്ഡവന്മാരുടെ ആചാരത്തിൽ നിന്ന് നമുക്ക് ഇത് മനസ്സിലാക്കാൻ പറ്റും. ഇപ്പം ചൂതുകളി നടന്ന ആ ഒരു സംഭവത്തിൽ, ആ ഒരു സഭയിൽ വലിയ അന്യായവും വലിയൊരു വഞ്ചനയുമാണ് നടന്നത്. എല്ലാവരുടെയും കൺമുമ്പിൽ വെച്ചാണ് ശകുനി ഫുൾ ചീറ്റിംഗ്, ഫുൾ വഞ്ചന നടത്തി യുധിഷ്ഠിരൻ്റെ കയ്യിൽ നിന്ന് എല്ലാം വലിച്ചെടുത്തത്. അതുമാത്രമല്ല, ഈ പാണ്ഡവന്മാരെയൊക്കെ അടിമകളാക്കി വളരെയധികം അപമാനിക്കുകയും, എന്നിട്ട് പാണ്ഡവന്മാരുടെ പ്രിയപ്പെട്ട ഭാര്യയായ ദ്രൗപദി എന്ന് പറഞ്ഞാൽ മഹാഭാരതം വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും, വളരെ ഗുണങ്ങൾ എല്ലാം സ്ത്രീകൾക്ക് വേണ്ടിയ എല്ലാം നല്ല ഗുണങ്ങളും ദ്രൗപദിക്ക് ഉണ്ടായിരുന്നു. ഒരു ഉത്തമമായ ഭാര്യയും സ്ത്രീയും പതിവ്രതയായ സ്ത്രീയായിരുന്നു. അപ്പോൾ അങ്ങനത്തെ ഒരു രാജ്ഞിയെ സഭയുടെ മുമ്പിൽ വെച്ച് വസ്ത്രഹരണം നടത്താൻ ശ്രമിക്കുകയും അപമാനിക്കുകയൊക്കെ ചെയ്യുന്നത്, ഇത്രയൊക്കെ പ്രകോപനം ഉണ്ടായിട്ടും ഈ പാണ്ഡവന്മാർ പ്രതികരിച്ചില്ല. അതിൻ്റെ കാരണം എന്താണ്? ഈ പാണ്ഡവന്മാരെന്ന് പറഞ്ഞാൽ സാധാരണ വ്യക്തികളായിരുന്നു, ശക്തിമാനായ വ്യക്തികളായിരുന്നു അല്ലേ. അർജുനൻ ഒറ്റയ്ക്കാണ് ഖാണ്ഡവപ്രസ്ഥ രംഗത്തിൽ ഒറ്റയ്ക്ക് അർജുനൻ മൊത്തം ദേവതകളെ, ഇന്ദ്രൻ, വരുണൻ, വായു, അഗ്നി എല്ലാവരും ഒരുമിച്ച് വന്ന് അർജുനന്റെ എതിരെ യുദ്ധം ചെയ്തപ്പോൾ എല്ലാവരെയും ഒറ്റയ്ക്ക് തോൽപ്പിച്ചു അല്ലേ. അതേപോലെ ഭീമസേനൻ, 10,000 ആനയുടെ ബലമുള്ള ഭീമസേനൻ, ഇവരൊക്കെ എന്തിനീ അന്യായം സഹിച്ചത്, മിണ്ടാതിരുന്നത്? അവർക്ക് ദേഷ്യം കൊണ്ട് ചോര തളച്ചു വന്നു. പക്ഷെ എന്നാലും പ്രതികരിക്കാതെ അങ്ങനെ ഇരുന്ന കാരണം എന്താണ്? അതുമാത്രമല്ല, ഇത്രയും അന്യായകരമായ ഒരു തീരുമാനം അതും സ്വീകരിച്ചു. അതായത് 12 വർഷത്തെ വനവാസവും 1 വർഷത്തെ അജ്ഞാതവാസവും. ആ അജ്ഞാതവാസത്തിൽ അവരെ പിടിച്ചാൽ പിന്നെയും അതേപോലെ 12 വർഷം വനവാസവും അജ്ഞാതവാസവും എല്ലാം. ഇതൊക്കെ ഇങ്ങനെ സഹിക്കാനുള്ള കാരണം എന്തായിരുന്നു? കാരണം എന്തുവായിരുന്നെന്ന് വെച്ചാൽ, ആ സഭയിൽ മുതിർന്ന ആചാര്യന്മാർ, ഭീഷ്മൻ, കൃപാചാര്യൻ, ദ്രോണാചാര്യൻ, ധൃതരാഷ്ട്രൻ, ഇത്രയും വലിയ വലിയ അതോറിറ്റീസ്, ആധികാരികമായ ആചാര്യന്മാരും ഗുരുതുല്യമായ ആൾക്കാരുള്ളത് കൊണ്ട് അവർ സ്വയം പ്രതികരിക്കേണ്ട ആവശ്യമില്ല. ഇവർ അന്യായമുണ്ടെങ്കിൽ എന്തെങ്കിലും കണ്ടാൽ അവർ പ്രതികരിച്ചോളും, ന്യായം നൽകിക്കോളും എന്നുള്ള ആ പ്രതീക്ഷയിൽ അവർ മിണ്ടാതിരുന്നു. ഇനിയും ഇവരാരും തന്നെ ന്യായം ചെയ്തില്ലെങ്കിൽ ഈ മേലധികാരിമാരുടെ ഒക്കെ മേളിലിരിക്കുന്ന പരമമേലധികാരിയായ ഭഗവാൻ ന്യായം നൽകിക്കോളും എന്നുള്ള പൂർണ്ണ വിശ്വാസം കാരണം അവർ മിണ്ടാതിരുന്നു. ഇത് അത്രയും ഈസിയുള്ള കാര്യമൊന്നല്ല. അങ്ങേ അറ്റത്തെ സഹിഷ്ണുതയും ക്ഷമയും ഒക്കെ വേണം. ഇത് നല്ല പരമഭക്തന്മാർക്ക് മാത്രമേ ഈ ക്വാളിറ്റീസ്, ഈ ഗുണങ്ങൾ ഉണ്ടാവും. പ്രത്യേകിച്ചും യുധിഷ്ഠിരൻ പരമധർമ്മിഷ്ഠനായിരുന്നു. യുധിഷ്ഠിരൻ്റെ വേറൊരു പേരായിരുന്നു അജാതശത്രു. എന്ന് വെച്ചാൽ
ശത്രു ഇല്ലാത്തവൻ. എത്ര ഒരാൾ യുധിഷ്ഠിരനെ പാണ്ഡവന്മാരെയും ദ്രോഹിച്ചാലും ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു വിമർശന ഭാവം അല്ലെങ്കിൽ ഒരു വെറുപ്പോ നീരസമോ ഒന്നും വെക്കാതെ പെരുമാറുന്ന ഒരു വ്യക്തിയായിരുന്നു യുധിഷ്ഠിരൻ. അതുകൊണ്ട് ശരിക്കും പറഞ്ഞാൽ ദുര്യോധനൻ്റെ ഉള്ളിൽ വരെ ആക്ച്വലി ശരിക്കും ഒരു ബഹുമാനമായിരുന്നു യുധിഷ്ഠിരനോട്. പക്ഷേ ആ നല്ല ഗുണങ്ങൾ അത് അംഗീകരിക്കാൻ പറ്റാത്ത ഒരു ആ അസൂയ കാരണം ആ ശത്രുതയായിരുന്നു. നമ്മൾ നമ്മളുടെ ജീവിതത്തിൽ അങ്ങനെ ആവാൻ ശ്രമിക്കണം. യുധിഷ്ഠിരൻ്റെ കൂട്ട് അജാത ശത്രു ഇല്ലാത്തവൻ. ഇതിനു വേണ്ടി അസാധാരണമായ വിനയം, എളിമയും വേണം, സഹിഷ്ണുത വേണം. പിന്നെ ഏറ്റവും പ്രധാനമായിട്ട് മുതിർന്ന ആചാര്യന്മാരുടെയും ഗുരുക്കന്മാരുടെയും ഭഗവാന്റെ കൃപ വേണം. എന്നിട്ട് ഇവരുടെ കൃപ വേണമെങ്കിൽ അവരുടെ നിർദ്ദേശങ്ങളനുസരിച്ച് വളരെ എളിമയോടെ അവരുടെ സേവനം നൽകണം. മുതിർന്ന ഭക്തന്മാരെയും ഗുരുക്കന്മാരെയൊക്കെ നിസ്വാർത്ഥമായിട്ട് സേവിക്കണം. പ്രതികരിക്കാതെ അവരുടെ എന്തെങ്കിലും ചെറിയ തെറ്റായ എന്തെങ്കിലും തോന്നിയാലും പ്രതികരിക്കാതെ വളരെ ശാന്തതയോടെ അത് ക്ഷമയോടെ സേവിക്കണം. എന്താണെന്ന് വെച്ചാൽ ഈ വൈകുണ്ഠത്തിലും നമുക്ക് മറ്റ് വൈഷ്ണവരുടെ കൂടെയാണ് ഭഗവാന്റെ സേവനം നൽകേണ്ടത്. അവിടെയും നമ്മളുടെ മുകളിലൊരു മേലധികാരി ഉണ്ടായിരിക്കും. അദ്ദേഹത്തിൻ്റെ നിർദ്ദേശമനുസരിച്ച് നമുക്ക് നമ്മുടെ സേവനം നൽകേണ്ടി വരും. അപ്പോൾ അങ്ങനെ ചെയ്താൽ ഭഗവാന്റെ കാര്യം ഭഗവാൻ വളരെ പ്രസന്നനാവും. അതാണ് ഉദ്ദേശം. എല്ലാവരും ഒരുമിച്ച് അവരവരുടെ ഡ്യൂട്ടീസ്, അവരവരുടെ ധർമ്മം നിർവഹിക്കുക. ചെറിയ കാര്യങ്ങൾക്ക് വേണ്ടി കോപിക്കാതെ, പ്രതികരിക്കാതെ, വിദ്രോഹിക്കാതെ, സേവനം ഓരോ കാരണം പറഞ്ഞ് നിർത്താതെ അങ്ങനെ അവരവരുടെ ധർമ്മം നിർവഹിക്കുക. അപ്പോൾ യുധിഷ്ഠിരൻ മാത്രമല്ല, ബാക്കി 4 പാണ്ഡവന്മാരും അവർ ഈ ചൂതുകളിയിൽ നടന്നപ്പോൾ, ഈ അന്യായം നടന്നപ്പോൾ അവർക്ക് പ്രതികരിക്കണം എന്നുണ്ടായിരുന്നു. ഭീമസേനൻ ഏകദേശം എണീറ്റു ദേശത്തോടെ. പക്ഷേ യുധിഷ്ഠിരൻ, അവരുടെ മേലധികാരിയായ യുധിഷ്ഠിരൻ്റെ ആജ്ഞ ഇല്ലാത്തതുകൊണ്ട് അവർ പ്രതികരിച്ചില്ല. അവരുടെ ഉള്ളിൽ വളരെയധികം നീരസമുണ്ടായി, യുധിഷ്ഠിരനോട് വളരെ വിദ്രോഹമുണ്ടായി. മഹാഭാരതത്തിൽ പറയുന്നുണ്ട്, ഭീമൻ പിന്നീട് വനവാസം നിർവഹിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇത് പറയുകയും ചെയ്യും. വളരെ കഠോരമായ വാക്യങ്ങൾ ഉപയോഗിച്ച് യുധിഷ്ഠിരനെ വിമർശിച്ചു. ഞാൻ അങ്ങയുടെ കൈകൾ വെട്ടണായിരുന്നു. അങ്ങയുടെ ഈ ചൂതുകളിയുടെ ഉള്ള ഒരു വാസന കാരണമാണ് നമുക്ക് ഇങ്ങനത്തെ ഒരു അധോഗതി ഉണ്ടായത്. അതേമാതിരി ദ്രൗപദിയും പല രീതിയിലും പല പ്രാവശ്യവും വിമർശിക്കുന്നതായിട്ട് മഹാഭാരതത്തിൽ വിവരിക്കുന്നുണ്ട്. പക്ഷേ യുധിഷ്ഠിരൻ വളരെ ശാന്തമായിട്ട് അവർക്ക് ഉത്തരം നൽകി. അങ്ങയുടെ ന്യായം എന്തായിരുന്നു അത് നൽകി. ഒന്നാമത് ഈ മേലധികാരികളുടെ എതിരെ പ്രതികരിക്കുന്ന ആ ഒരു സംഗതി. പിന്നെ വിധാതാവിൻ്റെ ഇഷ്ടമനുസരിച്ചാണ് എല്ലാം നടക്കുന്നത്. അപ്പം പൂർണ്ണ ശരണാഗതി, ആ വിധാതാവിൻ്റെ ഇച്ഛയുടെ മുമ്പിൽ പൂർണ്ണ ശരണാഗതി. ഇങ്ങനത്തെ പല ന്യായവും യുധിഷ്ഠിരൻ വളരെ ശാന്തമായിട്ട് നൽകുക ചെയ്തത്. പക്ഷേ ഇങ്ങനത്തെ സൽസ്വഭാവികൾക്ക് ഭഗവാന്റെയും ആചാര്യന്മാരെയും ബഹുമാനിക്കുകയും അവരുടെ നിർദ്ദേശങ്ങൾ പാലിക്കുന്ന ഒരു വ്യക്തികൾക്ക് തീർച്ചയായിട്ടും പൂർണ്ണ വിജയമുണ്ടാവും എന്നാണ് നമ്മളുടെ 2ാമത്തെ പാഠം. ഹരേ കൃഷ്ണ.